ദാനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയത് അന്നദാനമാണെന്ന് പറയും. അതുകൊണ്ടാവാം എല്ലാ മതങ്ങളുടെയും ആരാധനാലയങ്ങളിൽ അതിന് ഒരേ സ്ഥാനമുള്ളത്. ഇത് വള്ളിയൂർക്കാവ് ഉത്സവത്തിലെ അന്നദാനമാണ്. നല്ല ചോറും ഉപ്പേരിയും അച്ചാറും സാമ്പാറും പിന്നെ എല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വരുന്ന പായസവും. എന്തുകൊണ്ടാണെന്നറിയില്ല, പണ്ട് മുതലേ അമ്പലങ്ങളിലെയും പള്ളികളിലെയും ഭക്ഷണത്തോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. അമ്പലത്തിലെ ഉത്സവത്തിനും ഏത് പള്ളിപ്പെരുന്നാളിനും ഞാൻ പോയി ചോറ് കഴിക്കും. ഇന്നേ വരെ അതിനൊരു മടിയും തോന്നിയിട്ടില്ല. മാനന്തവാടിയിലെ കാഞ്ചി കാമാക്ഷി അമ്മൻ ക്ഷേത്രത്തിലെ അന്നദാനം, പുൽപ്പള്ളിയിലെ സീതാദേവി ലവകുശ അമ്പലത്തിലെ അന്നദാനം, ലിസ്റ്റിൽ ഇനിയും ഒരുപാട് അമ്പലങ്ങളിലെ അന്നദാനങ്ങളുണ്ട്. പിന്നെ നോർത്തിലേക്ക് പോയാൽ വാരാണസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള അന്നദാനം, ഒഡീഷയിലെ ജഗന്നാഥ ക്ഷേത്രത്തിലെ പ്രസാദം, അങ്ങനെ ലിസ്റ്റ് നീണ്ടുപോകും. ചുരുക്കി പറഞ്ഞാൽ ഒരമ്പലത്തിലെ അന്നദാനത്തിൽ നിന്ന് മറ്റൊരമ്പലത്തിലെ അന്നദാനത്തിലേക്കുള്ള ദൂരം, അതാണ് എൻ്റെ യാത്രകൾ. ഉത്സവവും ക്രിസ്മസും പെരുന്നാളും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു വീട്ടിൽ ജനിച്ചു വളർന്നതുകൊണ്ടാവാം എല്ലാ ആഘോഷങ്ങളിലും എനിക്ക് ഒരുപോലെ പങ്കെടുത്ത് ആസ്വദിക്കാൻ കഴിയുന്നത്. പിന്നെ ഭക്ഷണം എന്നത് എനിക്ക് വെറും വിശപ്പടക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. അതൊരു അനുഭവമാണ്, ഒരു ബന്ധമാണ്, ഒരു യാത്രയാണ്.